എല്ലാം എൻ്റെ നിമിത്തമായി നമസ്കാരം. ഗുരുവായൂരപ്പാണ് ശരണം. ഗം ഗണപതി നമഃ. മഹാസരസ്വതി നമഃ. ശ്രീകൃഷ്ണ പരമാത്മനെ നമഃ. ഗുരുവായൂരപ്പാണ് ശരണം. പുരാണാനാം ആര്യം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ഗുരുവായൂരപ്പാണ് ശരണം. ഗുരുവായൂരപ്പാണ് ശരണം. ഗുരുവായൂരപ്പാണ് ശരണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദേവന്മാർ വൃത്താസുരനെ കണ്ടപ്പോൾ ഭയന്നിട്ട് ആ ദേവസ്തുതിയാണ് എന്ന് പറയാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു ശ്ലോകത്തിലാണ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കഷ്ടപ്പാട് വരുമ്പോൾ ആരും വിളിക്കും? ഭഗവാനെ വിളിക്കും അല്ലേ? അപ്പൊ ആ ഭഗവാൻ നമ്മളെ രക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് നമ്മളങ്ങനെ ഭഗവാനെ വിളിക്കുന്നത്. അതുവരെ നമ്മൾ ഭഗവാനെ കണ്ടുപോലും കാണില്ല. ആ ഒരു പ്രതിസന്ധി വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഭഗവാനെ വിളിക്കുന്നത്. അതേപോലെ ഇവിടെ ഇന്ദ്രന്റെ സഭയിൽ ഇരുന്ന് ഇന്ദ്രൻ കുറെ കുറ്റക്കേടൊക്കെ കാണിച്ചു. അതുകൊണ്ട് എന്തുപറ്റി? ദേവന്മാർക്ക് കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നു. അതായത് ഈ ഇന്ദ്രൻ ഒന്നാമത് അധികാരമോഹം കൊണ്ട് ഗുരുവിനെ തന്നെ കൊല്ലുകയാണ് ചെയ്തത്. പിന്നെ ആദ്യം ഗുരുനിന്ദ, അതായത് ഗുരുനിന്ദ ചെയ്തു കഴിഞ്ഞാൽ ഈശ്വരൻ പോലും ഓർക്കുകയില്ല അല്ലെ? അപ്പോ ആ ഗുരുനിന്ദ, പിന്നെ ഗുരുവിനെ കൊന്നു, ബ്രഹ്മഹത്യ പാപം ചെയ്തു. ഇതിനെല്ലാം മോക്ഷം ലഭിക്കാനായിട്ട് ഇതിൽ നിന്നെല്ലാം മോക്ഷം ലഭിക്കാനായിട്ട് ഒരു അസുരനെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഈ അസുരനാണ്, അതായത് ചിത്രകേതു മഹാരാജാവ് അതായത് ഒരാൾക്ക് ഉയരാനും താഴാനും ഒരു നിമിഷം മതി എന്ന് കാണിക്കാണ്. ചിത്രകേതു മഹാരാജാവ് മഹാവിഷ്ണു ഭക്തൻ. എന്നാലോ ആ പാർവതി ദേവിയെ നോക്കി ചിരിച്ചു. അങ്ങനെ ഒരു ശാപം കൊണ്ട് ഒരു അസുരനായി. അപ്പോ നമ്മുടെ ഭഗവാൻ സങ്കല്പം കൊണ്ട് നമുക്ക് ഉയരാനും താഴാനും ഒരു മിനിറ്റ് മതി എന്ന് കാണിച്ചു തരികയാണ്. ഇനി നമ്മുടെ കഥയിലോട് ചെയ്യാണ്. ആ വൃത്താസുരനെ കണ്ടപ്പോൾ ആദ്യം പറയാണ്, സമഷ്ട കാലത്തിന്റെയും ഒരു ബാധ്യതയായിട്ടാണ് കണ്ടത്. ആലോചിക്കുമ്പോ ആകാശം വരെ ഒരു മനുഷ്യൻ, പിന്നെ നീണ്ട തലമുടി, പിന്നെ നാക്കൊക്കെ കൊണ്ട് ഗ്രഹങ്ങളൊക്കെ തൊടുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു ഈ ബാറ്റ്മാൻ സ്പൈഡർമാൻ ഒക്കെ വന്നത് ഒരു പക്ഷെ ഇതൊക്കെ വായിച്ചുകൊണ്ടായിരിക്കും അവർക്ക് ഇതുപോലെയൊക്കെ തോന്നിയത്. നമുക്ക് ആകാശം കണ്ടും, അല്ലാണ്ട് എനിക്ക് തോന്നുന്നു ഇതേതൊക്കെ സാധിക്കുന്നുള്ളത്. അങ്ങനെ വന്നതായിരിക്കാം ഒരു പക്ഷെ. ആ അസുരനെ കണ്ടപ്പോൾ ദേവന്മാർക്ക് മനസ്സിലായി, ഇപ്പൊ നമ്മുടെ വേറെ ആരും ശരണം പ്രാപിച്ചിട്ട് കാര്യമില്ല, ആ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കാം, ആ പരമോന്നതമായ ആ ദിവ്യ രൂപത്തെ തന്നെ ശരണം പ്രാപിക്കാമെന്ന് പറഞ്ഞ് ആ ഭഗവാനെ ആശ്രയിക്കുന്നതാണ് എനിക്ക് തന്നിട്ടുള്ള ടോപ്പിക്. ആദ്യത്തെ പറയും, വായുംവരാലോക ബ്രഹ്മാദിയോ നിർവിജന്തഃ അരാമയസ്മൈ പരിഅന്തകോസോ വിവേദിയസ്മാത് അരണം തദോനഃ. ഈ പ്രപഞ്ചത്തിലുള്ള സകല സൃഷ്ടികളും പറയാണ്. അതായത് വായു, അഗ്നി, ആകാശം, വെള്ളം, ഭൂമി, ഈ 5 തന്മാത്രകളും, അതിൽ നിന്നുണ്ടായ 3 ലോകങ്ങളും, അതിലുണ്ടായ സകല ചരാചരങ്ങളും. ഭഗവാനെ ഞങ്ങളും ബ്രഹ്മാവ് ഇതൊക്കെ സൃഷ്ടിച്ചു. ആ ബ്രഹ്മാവും ഇപ്പോൾ ഞങ്ങൾ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആകൃതിയെ കണ്ട് ഞങ്ങൾ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, അസുരൻ ഒരു നിമിഷം കൊണ്ട് ഇവരെ എല്ലാവരും ആക്രമിച്ച് അവർ ആയുധങ്ങളൊക്കെ മുഴുകിയാണ് ചെയ്തത്. ആ ഭഗവാനെ, ആ അസുരനെ കണ്ട് ഞങ്ങൾ ഭയപ്പെടുന്നവരാണ്. ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി എല്ലാ പൂജകളും ചെയ്യുന്നു. ആ ഭഗവാൻ ഈ അന്ധകരിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറയാണ്. അതായത് ഇപ്പൊ അവർക്ക് മനസ്സിലായി, ഈ ഭഗവാനെ മാത്രം ആശ്രയിച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ എന്നത് മനസ്സിലായി. ആ വൃത്രാസുര ഭയത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ എന്നാണ് അവർ പറയുന്നത്. എന്താണ് ഭയം എന്ന് നോക്കാം. ദ്വിതീയാൻ ഭയം, 2 എന്നത് തോന്നുന്നത് നമുക്ക് എപ്പോ ഉണ്ടാവുമോ അപ്പൊ നമുക്ക് ഭയം ഉണ്ടാവാണ്. മരണഭയം, പിന്നെ യമഭയം, ഇരുട്ട് ഭയം, പലതരം ഭയം. ഇതിനൊക്കെ കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സാണ് ഇതിന് കാരണം. ഈ ചിന്തകള്, വികാരങ്ങള്, പ്രചോദനങ്ങളൊക്കെ നമ്മൾ നിയന്ത്രിക്കണം. കാര്യമായിട്ട് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണം. ആ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കുമെന്ന് പറയാണ്. അതായത് നമ്മുടെ മനസ്സിനെ അറിയാൻ വിടരുത്. നല്ല പ്രവൃത്തികളിൽ എപ്പോഴും ഇടപഴകുക. തൈലധാര പോലെ ഹൃദയത്തിൽ ആ നല്ല ചിന്തകൾ ഒഴുകിക്കൊണ്ടിരിക്കുക. ഭഗവാനെ പോലെ ശ്രേഷ്ഠവും ഉന്നതവുമായ ആളുകളെ പറ്റി ചിന്തിക്കുക.
അതിനൊക്കെ നമുക്ക് ഒരു സഹായം ചെയ്യും. ധ്യാനം യോഗം കൊണ്ട് നമുക്കൊരു ഡിസിപ്ലിൻ ലൈഫും വരും. അങ്ങനെ ഭഗവത് കാര്യത്തിൽ തന്നെ നമ്മൾ അങ്ങനെ ഇടപെടുമ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് ആ ഭഗവാന്റെ ഒരു ആ സ്നേഹരൂപം നമുക്ക് കണ്ടു തുടങ്ങും. അങ്ങനെ ആ സ്നേഹരൂപം നമ്മുടെ ഉള്ളിൽ തട്ടിക്കഴിഞ്ഞാൽ ഞാനും ഭഗവാനും ഒന്ന് എന്നൊരു ആ ഒരു സങ്കല്പത്തിലേക്ക് നമ്മൾ വരികയാണ്. അപ്പൊ ആ ഭഗവാൻ നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ എന്തിനാ ഭയപ്പെടുന്നതല്ലേ? അപ്പൊ ഈ ധൃതരാഷ്ട്രനല്ല ഭയന്നത്, ആ നമ്മളിലുള്ള ചിന്താഗതിയാണ് നമ്മളെ ഭയമിക്കത്. ആ ചിന്താഗതി നമ്മളിൽ നിന്നും പോവുകയാണെങ്കിൽ നമുക്ക് ഭഗവാനിലെ അടിയാം. പിന്നെ പറയാണ് അസുരൻ. ഈ അസുരൻ എന്ന് പറഞ്ഞാൽ ആസുര ശക്തികളുള്ളവരാണ്. അവർക്ക് എപ്പോഴും ഈ ദുഷ്പ്രവർത്തനം ചെയ്യും, അരാജകത്വം, പിന്നെ തിന്മകള്, അവരെല്ലാം ഈ പൊട്ട വിചാരങ്ങളോടുകൂടിയുള്ളവരാണ്. ഈ ആസുര ശക്തികളാണ് ഒരു മനുഷ്യനെ ഉയർത്താൻ സഹായിക്കാത്തത്. അവരിൽ ഉണ്ടാകുന്ന ധാർമ്മിക മൂല്യങ്ങളും മാനസിക ശക്തികളും അവരിൽ കുറയുന്നതുകൊണ്ട് അവർ സദാ ദുഷ്പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ നമുക്ക് ഒരു ഉദാഹരണം കാണിച്ചാണ് മഹാബലിയും പ്രഹ്ലാദനും. അവരെന്ത് ചെയ്തു? ജനനമോ പദവിയോ അല്ല വേണ്ടത്, ധാർമ്മിക സ്വഭാവം, നല്ല മനസ്സ്, ആത്മീയ വളർച്ച ഉദ്ദേശിച്ചുള്ള പ്രയത്നം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പുണ്യം നേടാം. ആ തിന്മകളൊക്കെ നമ്മളിലുള്ളതൊക്കെ നശിച്ചു പോയി നമുക്ക് നന്മകളിലേക്ക് വരാം. അപ്പൊ ആ നന്മകളും ആ ഭയവും പോയി കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് നമ്മൾ ഈ ദേവന്മാരോടും ദേവന്മാർ ഇത് തന്നെയാണ് പറഞ്ഞത്, ഭഗവാനെ നമുക്ക് ഇത് രണ്ടും തന്ന് ഞങ്ങളെ ഉയർത്തറിയുന്നതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ. അവിസ്മിതം തം പരിപൂർണകാമം സ്വേനേവ ലാഭേന സമം പ്രശാന്തം വിനോപസർപ്പത്യ പരം ഹി ബാലിശഹാസം ലാംഗുനേനാദിസിന്ധം. അതായത് ഭഗവാൻ ഇവിടെ പറയാണ്, ഭഗവാൻ ലോകകാര്യങ്ങളൊക്കെ ചെയ്തു, എന്നാൽ ഭഗവാൻ ഒരു ആശ്ചര്യമില്ല, നിർവികാരൻ, ഒരൊറ്റ വിചാരമില്ല. ഞാൻ ചെയ്യുന്നൊന്നും ഒരിക്കലും നമ്മളെ പോലെ പറഞ്ഞു നടക്കില്ല. പിന്നെ സദാ പരിപൂർണം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനാണ്. ഭഗവാൻ ഒന്നും ഇല്ല. എന്നാലോ ഭഗവാൻ പേര് വ്യത്യാസമില്ല, ഒരാൾ ഉയർന്നത്, ഒരാൾ താഴ്ന്നത്. ഭഗവാൻ എല്ലാവരും സംതൃപ്തിയോട് നോക്കുന്നു. രാഗാദി ദോഷങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഭഗവാന് ശാന്തനാണ്, സദാ ശാന്തനാണ്. ആ അങ്ങനെയുള്ള ഭഗവാനാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. കഷ്ടം ഞങ്ങളുടെ ബാലിശഹനം പറയാണ്, ഞങ്ങളുടെ മൂഢത അല്ലെങ്കിൽ ആ ബുദ്ധിഹീനത കാരണം ഞങ്ങൾ വിചാരിക്കാണ് വേറൊരു ഭഗവാനാണ് ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ആ ഭഗവാനെ ഞങ്ങൾ ആശ്രയിക്കാൻ വേണ്ടി വിചാരിക്കാണ്. ഭഗവാനെ ഞങ്ങളുടെ ഈ മൂഢത്വം പോകണം, ഈ അഭിമാനം പോകണം. എങ്ങനെയാണോ ഈ സമുദ്രത്തില് ഈ സമുദ്രത്തില് ഒരു നമ്മൾ മുങ്ങാൻ നിൽക്കുകയാണ്, ആ സമയത്ത് എന്ത് ചെയ്യും? ആ മുങ്ങാൻ നിൽക്കുമ്പോ മുങ്ങാൻ നിൽക്കുന്ന ഒരു പട്ടി ഉണ്ടെങ്കിൽ അതിന്റെ വാല് പിടിച്ച് നമുക്ക് കരകയറാൻ പറ്റുമോ? കരകയറാൻ പറ്റില്ല. എന്നാൽ അതേപോലെ നമ്മളും ഞങ്ങളിപ്പോ ഭയം തന്നിരിക്കുന്ന, അതുകൊണ്ട് ബ്രഹ്മാദികളെ ആശ്രയിച്ചിട്ട് കാര്യമില്ല. സദാ സർവത്ര വരും അവിടെ നിന്നാം ആ കൃഷ്ണനെ തന്നെ, ആ ഗുരുവായൂരപ്പനെ തന്നെ ഞങ്ങൾ ആശ്രയിക്കണം. അതായത് നിസ്സുന്ന പാദപത്മത്തെ ആശ്രയിച്ചവർക്ക് ഒരിക്കലും ഒരു ഭയം ഉണ്ടാവില്ല. ഭഗവാൻ സദാ സർവത്ര നമ്മളെ രക്ഷിക്കും എന്നുള്ള ആ പരിപൂർണ ബോധം അവർ ഉണ്ടായി. അവരങ്ങനെ ഭഗവാനെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പറയാണ്, നമുക്ക് കലികാലാണ്. കലികാലത്ത് നമുക്ക് നാം കൊണ്ട് ഭഗവാൻ ഈസി ആയിട്ട് അറിയാതെ. അപ്പൊ എന്തിനാണ് ഈ യാഗങ്ങളും ത്യാഗങ്ങളൊക്കെ ചെയ്ത് വെറുതെ ബുദ്ധിമുട്ടണല്ലേ? ഇത്ര എളുപ്പത്തിൽ ഭഗവാനെ കിട്ടുമ്പോൾ നമ്മൾ അതല്ലേ നോക്കേണ്ടത്? പിന്നെ പറയാണ്, മോക്ഷദായകനായ ആ ഭഗവാൻ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഭോഗങ്ങളിൽ നോക്കി നടക്കുന്നത്? ഈ അതായത് സർവത്ര പ്രത്യക്ഷം ഇവിടെ കൃഷ്ണനുണ്ട് നമ്മുടെ മുന്നില്, പിന്നെ എന്തിനാ നമ്മൾ വേറൊരു ഭഗവാനെ നോക്കി പോകാൻ? ആ ഭഗവാൻ നമ്മുടെ മുന്നിലുള്ളപ്പോൾ നമ്മൾ വേറൊരു ആശ്രയിക്കുന്നത് നമ്മുടെ മൂഢത്വമാണ്. ആ അജ്ഞത മാറ്റി ഭഗവാനെ ഞങ്ങളുടെ ആത്മസാക്ഷാത്കാരം നൽകി രക്ഷിക്കണേ എന്നാണ് രണ്ടാമത്തെ പറയുന്നത്. അതായത് സത്യവ്രതൻ എന്ന മനു പ്രളയകാലത്ത് ഭൂമിദേവിയാവുന്ന അതിനെ ഔഷധികൾ ചെയ്തിരുന്ന ആ ഭൂമിദേവിയെ തന്റെ തോണിയെ, ഭൂമിദേവി എന്ന തോണിയെ മത്സ്യമൂർത്തിയായ ഭഗവാന്റെ കൊമ്പിൽ നിന്നും കെട്ടിയിട്ട് ആ വർണ്ണപാസത്തിൽ നിന്നും രക്ഷിച്ച ആ മത്സ്യമൂർത്തി ഭഗവാനെ ഞങ്ങളെ രക്ഷിക്കണേ എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് എങ്ങനെയാണ് രക്ഷിക്കേണ്ടതെന്ന് പറയാണ്. മനു ഭൂമിയെ തോണിയാക്കി ഭഗവാന്റെ കൊമ്പിൽ കെട്ടി രക്ഷ പ്രാപിച്ച പോലെ
സംസാര സാഗരമാകുന്ന ആ നീണ്ട സമുദ്രത്തിലെ തോണിയെ അതിവിസ്താരമായ മനസ്സിനാൽ ദൃഢഭക്തി കൊണ്ട് ഭഗവാനിൽ ഉറപ്പിച്ചു. അപ്പോഴോ ആ മത്സ്യാവതാരമാകുന്ന ആ ഉള്ളിലെ ചൈതന്യം പ്രളയജലത്തിൽ നീത്തക്കുന്ന ആ തിരുമാലകളിൽ നിന്നും നമ്മളിലുള്ള കർമ്മവാസനകളും പാപവാസങ്ങളെയും അകറ്റി അങ്ങനെ നമുക്ക് ജ്ഞാനം നൽകി രക്ഷപ്പെടുത്തുകയാണ്. ആ ആശ്രിതരായ ഞങ്ങളെ ആ ആശ്രിതവത്സനായ വൈകുണ്ഠനാഥൻ രക്ഷിക്കുമെന്ന നൂനെന്ന് പറയാണ്. ഞങ്ങളെ രക്ഷിക്കും ഭഗവാൻ എന്നുള്ള അവർക്ക് ഉറപ്പുണ്ടായി. അതായത് നമുക്കും ആ ഉറപ്പ് വേണം, ആ ദൃഢവിശ്വാസം വേണം. ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്, ഭഗവാൻ എന്നെ രക്ഷിക്കും എന്നുള്ള ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് കരകയറാം എന്ന് പറയണം. ഇവിടെ നമ്മൾ ഒന്ന് നോക്കണം. സ്തുതിയിലെ പറയാണ്, ബന്ധമാണ് എനിക്ക് മോക്ഷത്തിന് തടസ്സം. ആ ബന്ധപാശങ്ങളെ അകറ്റൂ എന്ന് കുഞ്ഞിദേവി പറയാണ്. ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഈ പാശങ്ങളിലൊക്കെ കുടുങ്ങി നിൽക്കാതെ ഞങ്ങൾ അതിൽ നിന്നും മുക്തി നേടാമെന്ന് പറയുന്നത്. പുരാസ്വയം പൂരവി സംയമംബസി ഉദീർണവാദോർ നിരവേക്കരാണി ഏകോരവിന്ദാംബദസ്തധാര തസ്മാപയാദിയനുസനോസ്തുപാരഃ. ഇവിടെ പറയാണ്, കൊടുങ്കാറ്റുകാരൻ ഭയങ്കരമായിട്ടുള്ള അലകൾ ഇങ്ങനെ വീശാണ്. ആ കൊടുങ്കാറ്റുകാരൻ ചിന്നിച്ചിതറുന്ന അലകളാണ് അവിടെ വരുന്നത്. ആ സമയത്തും ആ പ്രളയജലത്തിൽ ഇങ്ങനെ മന്ദസ്മിതനായിട്ട് നമ്മുടെ പള്ളികൊള്ളുന്ന ഭഗവാൻ സന്തോഷം കൊണ്ട് ഇങ്ങനെ കിടക്കുവാണ്. ആ ഭഗവാന്റെ നാഭികമലത്തിൽ നിന്നും ബ്രഹ്മാവ് ഉദിച്ചു. ബ്രഹ്മാവ് ഉദിച്ചു. പക്ഷേ ഈ കാറ്റുകാരനും കൊടുങ്കാറ്റുകാരനും ജലം കെട്ട് ആടി തുടങ്ങിയപ്പോൾ ബ്രഹ്മാവ് എല്ലാം അസഹ്യനായി. എന്ത് പറ്റുമോ നമ്മൾ തോന്നില്ലേ? അത് തന്നെ ബ്രഹ്മാവിന് തോന്നി. ആ സമയത്ത് ബ്രഹ്മാവ് താഴെ വീണു. പക്ഷെ ഭഗവാന്റെ നാഭികമലത്തെ അല്ലേ ബ്രഹ്മാവ് ആശ്രയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആശ്രിതരെ എപ്പോഴും കരകയറ്റുമല്ലോ. അങ്ങനെ ബ്രഹ്മാവിനെ സ്വസ്ഥാനത്ത് വെച്ച് രക്ഷിച്ചു. അതേപോലെ ചീത്തവാസനകളും ദുഷ്പ്രവൃത്തികളും നിറഞ്ഞ ഈ ഇളകിക്കൊണ്ടിരിക്കുന്ന മനസ്സ് ചളിക്കുണ്ടിൽ വീഴുകയാണ്. നമ്മുടെ മനസ്സ് എപ്പോഴും ഈ വേണ്ടാത്ത വിചാരങ്ങളൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ ചളിക്കുണ്ടിൽ വീണുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്കൊരു പ്രതിസന്ധി വന്നാൽ നമ്മൾ ആരെ നേടും? ആ ഭഗവാനെ തന്നെ ആശ്രയിക്കില്ല. അതുവരെ നമ്മൾ നോക്കുപോലും ഇല്ല. പക്ഷെ ആ പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ഭഗവാനെ കണ്ട് നോക്കും. ആ ഭഗവാനെ ആത്മാർത്ഥമായ ഹൃദയത്തോടും സ്നേഹവാത്സല്യത്തോടും കൂടി ഞങ്ങൾ ഭക്തി കൊണ്ട് ആ കാരുണ്യക്കടലിനെ തന്നെ ആശ്രയിച്ചു. അപ്പോഴോ ആ കാരുണ്യമൂർത്തിയായ ആ ഗുരുവായൂരപ്പൻ കൃപ കൊണ്ട് ഞങ്ങളെ രക്ഷിച്ചു എന്ന് പറയണം. അതായത് ഭഗവാൻ ഞങ്ങളെ രക്ഷിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് ഇവിടെയും പറയുന്നത്. അതായത് ആടുന്ന തോണിയെ എങ്ങനെ തോണിക്കാരൻ ആ ഭഗവാന്റെ പാദകമലത്തെ ആ തോണിക്കാരൻ ആ സമയത്ത് ഭഗവാന്റെ പാദകമലത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ആ തോണിയെ അതിൽ വേണ്ട വിധത്തിലുള്ള കാറ്റ് വീശി അങ്ങനെ മറുകരയിലേക്ക് എത്തിക്കുമെന്ന് പറയാണ്. വയം നയസ്യാമി പുരസമീപ്യതാ പശ്യാമലിംഗം പ്രജഗീശമാനിനഃ. ഭഗവാൻ പരമാത്മാവ് ഏകൻ. അന്യപദാർത്ഥങ്ങളുടെ സഹായം കൂടാതെ ഈ ലോകത്തെ സൃഷ്ടികളൊക്കെ ചെയ്തു. ഭഗവാൻ സ്വമായ പല സൃഷ്ടികൾ ചെയ്തു. ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. എന്നാലോ ഞങ്ങളുടെ ഉള്ളിലൊരു വിചാരം ഈ ഭഗവാനല്ല വേറൊരു ഭഗവാനാണ് എന്നുള്ള ഞങ്ങളുടെ ഉള്ളിലുള്ള അഭിമാനം കാരണം ഭഗവാനെ അവരുടെ നിജമായ രൂപം ഞങ്ങൾ അറിയുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ പറയാണ്, ഞാൻ ഈശ്വരനാണ് എന്നൊരു തോന്നൽ. അതിന് കാരണം എന്താ? അഭിമാനം എന്ന് പറയുന്നു. ഈ അഭിമാനം പറഞ്ഞാൽ ഈഗോ. അപ്പൊ എന്ത് വരും? മമത്വം വരും. അപ്പൊ കാമക്രോധാദികൾ അങ്ങനെ കൊണ്ടും ഞാൻ എന്റേത് എന്നൊരു തോന്നൽ. ആ തോന്നൽ നമ്മുടെ ഉള്ളിടത്തോളം കാലം നമുക്കുള്ളിൽ ആ ചൈതന്യത്തെ അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റില്ല. എന്നാലോ നമ്മൾ വിചാരിക്കുകയാണ് ഞാനാണ് ചെയ്തത്, ഞാൻ ആര് എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാണ് എൻ്റെ ശരീരമാണ് ഞാൻ. വാസ്തവത്തിൽ ശരീരമാണോ? അല്ല, ഇത് നശ്വരം, അതായത് ഭൗതികമാണ്, നശിക്കാൻ പോകുന്നതാണ്, വെറും ജഡമാണ്. ആ ഉള്ളിലുള്ള ചൈതന്യം ഉള്ളവരെ മാത്രമേ ഈ ശരീരത്തിന് വർദ്ധിക്കാൻ സാധിക്കുകയുള്ളൂ. അത് ആത്മീയവും എപ്പോഴും അറിഞ്ഞിരിക്കുന്നതും ഒന്നാണ്. അതിന് ശാശ്വതവുമാണ്, അതിന് മരണമില്ല.
ആ ഉള്ളിലത്തെ ചിന്ത നമ്മളിൽ നിന്നും മാറ്റുമ്പോൾ മാത്രമേ നമുക്കുള്ളിലുള്ള ഭഗവാനെ അറിയാൻ പറ്റുകയുള്ളൂ. അതിന് നമ്മൾ മറ്റുള്ളവരെയും സ്നേഹിക്കണം. ആ മറ്റുള്ളവരിലും, അതായത് നമ്മൾ പറയാണ്, എനിക്കൊരു തലവേദന വരുമ്പോ ഇന്ന് ഞാൻ പോണില്ല, എനിക്ക് സുഖമില്ല, ഞാൻ പോണില്ലല്ലോ. എന്നാലോ ഒരു പശുവിന് നമ്മൾ കാളയൊക്കെ കൊണ്ടുപോകുമ്പോ അതിന് വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അടി കൊടുക്കും അല്ലേ? അപ്പൊ ആനക്കാരനൊക്കെ നോക്കുന്നില്ല, 2 അടി കൊടുക്കും. അതിനും വേദനയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ആ ഒരു ചിന്തന നമുക്ക് വരണം എന്നാണ് പറയുന്നത്. നമ്മൾ മറ്റുള്ളവരിലും ആ ദയയും അനുകമ്പയും കാണിക്കുമ്പോൾ നമുക്കുള്ളിലുള്ള ആ ചൈതന്യത്തിന്റെ ആ രൂപം നമ്മളിൽ വരും എന്ന് പറയണം. എങ്ങനെയാണെന്ന് പറയണം. ഭഗവാൻ മായ പല സൃഷ്ടികൾ ചെയ്തു. അപ്പോൾ ഭഗവാൻ എന്നാണ് ആ ഒരൊറ്റ പരമാത്മാവാണ്. പല സൃഷ്ടികൾ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കണം ഭഗവാൻ പല ഒന്നല്ല, വേറെ വേറെ ഈശ്വരനാണ് എന്നുള്ളൊരു തോന്നലാണ്. വാസ്തവത്തിൽ വേറെയാണോ? അല്ല, ഒരേ ചൈതന്യം എല്ലാത്തിലും ഉണ്ട്. ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ സൃഷ്ടിച്ചത്. അപ്പോഴോ ആ പ്രപഞ്ചം മുഴുവൻ ഭഗവത് സ്വരൂപമാണ്. അപ്പൊ ആ പ്രപഞ്ചം മുഴുവൻ ഭഗവത് സ്വരൂപം ആണെങ്കിൽ പിന്നെ വേറെ ഒന്നൊരു ചിന്ത നമുക്കുണ്ടോ? അത് നമ്മുടെ അറിവില്ലായ്മയാണ് എന്ന് പറയാണ്. ഈ 8 ഭഗവാനോട് ചോദിക്കാന്, ഭഗവാനെ ഏത് പുഷ്പാണ് അവർക്ക് ഇഷ്ടം ചോദിക്കാന്. അപ്പൊ പാരിജാതാണോ, താമരയാണോ, തെച്ചിയാണോ എന്നൊക്കെ ചോദിക്കാന്. അപ്പൊ ഭഗവാൻ പറയാണ്, എനിക്ക് 8 പുഷ്പം കൊണ്ട് നിങ്ങൾ പൂജ ചെയ്യൂ എന്ന് പറയാണ്. അതായത് ആദ്യം പറയാണ്, ആരെയും നോവിക്കരുത്, മനസ്സുകൊണ്ട് അറിഞ്ഞും അറിയാതെയും ആരെയും നോവിക്കരുത് എന്ന് പറയാണ്. രണ്ടാമത്തെ പറയാണ്, ഇന്ദ്രിയ നിഗ്രഹം ചെയ്യണം എന്ന് പറയാണ്. നമ്മുടെ മനസ്സിൽ കൺട്രോൾ ചെയ്യുക, അങ്ങനെ ഭൗതിക വസ്തുക്കളിലൊന്നും നമ്മൾ അറിയാതെ ചെയ്യാന്ന് പറയാണ്. മൂന്നാമത്തെ പറയാണ് സ്നേഹം, എല്ലാവർക്കും സ്നേഹം കാണിക്കുക, കരുണ കാണിക്കുക എന്ന് പറയാണ് മൂന്നാമത്തെ. നാലാമത്തെ പറയാണ് തെറ്റ് ചെയ്താലും അവർ ക്ഷമിക്കാൻ പഠിക്കൂ എന്ന് പറയാണ്. അഞ്ചാമത്തെ പറയാണ് ദാനം, ചാരിറ്റി. ചാരിറ്റി നമ്മൾ ഉള്ളത് കൊടുക്കാൻ, ഇല്ലാത്തതൊന്നും കൊടുക്കണ്ട, മനസ്സറിഞ്ഞ് കൊടുക്കൂ എന്ന് പറയാണ്. പിന്നെ ധ്യാനം, യോഗ, അതൊരു ഡിസിപ്ലിൻ ലൈഫിന് വേണ്ടിയിട്ടാണ് നമ്മളോട് പറയുന്നത്. പിന്നെ എല്ലാത്തിനും കൂടെ ആ സത്യമായ മാർഗത്തിലൂടെ ചെല്ലുമെന്ന് പറയാണ്. അങ്ങനെ ചേരാൻ സാധിക്കുകയാണെങ്കിൽ ആ 8 പുഷ്പങ്ങളുടെ ചെയ്യുകയാണെങ്കിൽ എന്നിൽ അടയാം. ഇപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും സർവഭൂയ ദയാ പുഷ്പ, എല്ലാവരിലും ഒരേ ഭഗവാൻ തന്നെയാണ് എന്നുള്ള ആ ഒരു ബോധത്തോടുകൂടി നമ്മൾ കാണുകയാണെങ്കിൽ സർവ്വതും കൃഷ്ണാർപ്പണമായി നമുക്ക് ചെയ്യാം എന്ന് ഇതിലൂടെ കാണിച്ചു തന്നെയാണ്. അതായത് ഭഗവാൻ നിജമായ ശക്തിയാൽ അങ്ങനെ ദേവന്മാർ, ഋഷികൾ, പിന്നെ മനുഷ്യർ, പല അവതാരങ്ങളൊക്കെ ചെയ്തു. ഈ അവതാരങ്ങളുടെ ഉദ്ദേശം അതായത് ശത്രുക്കളെ കൊണ്ട് പീഡിതരായ ഞങ്ങളെ ആത്മീയമാരെന്ന് തോന്നി ഞങ്ങളെ യുഗം തോറും രക്ഷിക്കുന്നതാണ് ഈ അവതാരത്തിന്റെ ഉദ്ദേശം എന്ന് പറയാണ്. അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു ഇവിടെ പറയാണ്. അതായത് എന്തിനാണ് ഈ ചെയ്യാണ്? ഭക്തരെ അനുഗ്രഹിക്കാൻ, ഭൂഭാരം തീർക്കാൻ, പുണ്യം വർദ്ധിപ്പിക്കാൻ, അജ്ഞാനം നശിപ്പിക്കാൻ, സംസാര സാഗരം കടക്കാൻ. ഈ അതുകൊണ്ടാണ് ഈ അവതാര ഉദ്ദേശം തന്നെ പറയാണ്. അതായത് എവിടെയൊക്കെയോ അധർമ്മത, ദുഷ്ടത, നാശശക്തികൾ ഉണ്ടാകുമ്പോൾ അവയെ ഉന്മൂലനം ചെയ്ത് ധാർമ്മികമായ മൂല്യങ്ങൾ രക്ഷിക്കാൻ വേണ്ടിയാണ് ഭഗവാന്റെ അവതാര ഉദ്ദേശം തന്നെ. അതായത് നമ്മളിലുള്ള ഈ ദുഷ്ടതകളൊക്കെ നീക്കിച്ച്, നമ്മുടെ ഭാഷയിൽ പറയാമെങ്കിൽ നമ്മുടെ മനസ്സിലത്തെ ആ ദുഷ്വിചാരങ്ങളും ദുഷ്കൃതികളൊക്കെ നീക്കി നമ്മളെ ഒന്ന് നന്നാക്കി, അതായത് ആത്മീയരാക്കി ഭഗവാനെ ചേർക്കാനാണ് ഈ ഭഗവാന്റെ ഉദ്ദേശം. ഈ അവതാരങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് അതാണ്. ഈ വാമനാവതാരത്തിൽ നോക്കൂ, ത്രിവിക്രമൻ 3 അടി കൊണ്ട് ത്രൈലോക്യ ഐശ്വര്യത്തെയും അപഹരിച്ച് ശ്രീഹരി വലിയ സുതലത്തിലേക്ക് തന്നെ ഉയർത്തി. അതായത് ബലിയുടെ അഹംഭാവം ഒക്കെ നശിപ്പിച്ച് വലിയ ഉയർത്തി എന്നാണ് കാണിക്കുന്നത്. ഇനി ശ്രീരാമൻ രംഗാധിപത്യനായ ആ രാവണനെ കൊന്ന് ആ ജീവാത്മാവായ സീതയെ, ആരാണ്? ഹനുമാനാണ് ഒരു ഗുരുവാണല്ലോ. ഹനുമാനായ ഗുരു വഴി ആ പരമാത്മാവായ രാമനിലേക്ക് നയിച്ചു. അതായത് ആ രാവണന്റെ ഉള്ളിലുള്ള അഹംഭാവം, ആ ദുഷ്വിചാരങ്ങള്, പിന്നെ ആ പാപവാസങ്ങളൊക്കെ നശിപ്പിച്ചു
രക്ഷിപ്പിച്ചു എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു തത്വം കൂടി കാണിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഒരു ഭരണാധികാരി രാജ്യം ഭരിക്കണമെന്ന് കാണിച്ചു തരികയാണ് ഈ ശ്രീരാമാവതാരത്തിലൂടെ. അത് മാത്രമല്ല, ഭഗവാനും ഉണ്ട് നമ്മുടെ പല സുഖങ്ങളും ദുഃഖങ്ങളും. സീതാവീരെ കണ്ടില്ലേ ഭഗവാൻ, അതൊക്കെ ഉള്ളതാണ്. പക്ഷെ അതൊക്കെ അതിക്രമിച്ച് നമ്മൾ ജീവിക്കണമെന്ന് നമുക്ക് ഇതിലൂടെ പഠിപ്പിച്ചു തരികയാണ്. ഈ വരാഹവതാരത്തില് ഭൂമി ദേവിയെ സ്വസ്ഥാനത്ത് വെച്ച് ആ ഹിരണ്യാക്ഷന്റെ കഥ നശിപ്പിച്ചു അല്ലെ. അതായത് അറിവിന്റെ ആഴത്തിൽ പോയി മുങ്ങി തപ്പിയാലേ നമുക്ക് ജ്ഞാനം ലഭിക്കുകയുള്ളൂ എന്ന് വരാമൂർത്തി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്നലെ നമ്മുടെ പ്രേമ പറഞ്ഞു, ആ വരാമൂർത്തിയെ നമ്മള് ഈ അവസാന അന്തിമ സമയത്ത് നമുക്ക് ബോധമൊന്നും ഇല്ലാത്ത സമയത്ത് പോലും നമ്മൾ മുമ്പ് ആശ്രയിച്ചിരുന്നുവെങ്കിൽ ആ ഭഗവാൻ സത്യമായി അവരെ രക്ഷിക്കുമെന്ന് കാണിച്ചു തരികയാണ്. ഈ പൂർണ്ണ അവതാരമാണല്ലോ കൃഷ്ണാവതാരം. കൃഷ്ണാവതാരത്തിന്റെ ഉദ്ദേശം ഭൂഭാരം തീർക്കലും ധർമ്മം പരിരക്ഷിക്കലും ആണല്ലോ. ഈ ഭഗവാൻ പല ക്ലേശങ്ങളൊക്കെ ഉണ്ടായില്ലേ, അതിലൊന്നും ഭഗവാൻ വീണില്ല എന്നതാണ് സത്യം. അതായത് ഭഗവാൻ എങ്ങനെ എല്ലാവരും സംചരിപ്പിക്കോളും ഒരു ദീർഘവീക്ഷണം വേണമെന്ന് ആദ്യകൃഷ്ണനെ നമ്മുടെ രാമചന്ദ്രമ്മ പറഞ്ഞു. അതേപോലെ നല്ലൊരു സ്റ്റേബിൾ മൈൻഡ്, എന്തൊക്കെ വന്നോട്ടെ ഇനിയൊന്നും ബാധിക്കില്ല എന്നുള്ള ആ ഒരു ചിന്തന നമ്മളിൽ വരികയാണെങ്കിൽ നമ്മുടെ ജീവിതവും നമുക്ക് പരിപൂർണമാക്കാം കൃഷ്ണനെ പോലെയെന്ന് ആ പരിപൂർണ ഭഗവാൻ നമുക്ക് കാണിച്ചു തരികയാണ്. എല്ലാത്തിനേക്കാളും നമുക്ക് വേണ്ടത് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഗുഡ് ഹെൽത്ത് ആൻഡ് മെന്റൽ ഔട്ട്ലുക്ക് വരികയാണെങ്കിൽ നമുക്കും പുരോഗമിക്കാം എന്നും ഈ അവതാരത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ഒടുക്കത്തേത് തമേവ ദേവം വൈമാത്മദൈവതം പരപ്രധാനം പുരുഷം വിശ്വമന്യം പ്രജാമ സർവേ ശരണം ശരണ്യം സ്വാനം സമോദാസി സമാത്മാ. അതായത് നമുക്കൊരു തട്ടാൻ നമ്മൾ ആലോചിക്കേണ്ട തട്ടാൻ, പിന്നെ അല്ല ആദ്യം ഒരു സ്വർണം, ഒരു തട്ടാൻ, ആഭരണം, ഈ മൂന്നെണ്ണം ഉണ്ടായാലേ നമുക്കൊരു സാധനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതായത് ഒരു സാധനം വേണം, അതിലൊരാൾ മീഡിയേറ്റർ വേണം, അപ്പൊ നമുക്ക് ആഭരണം കിട്ടും. അതേപോലെ ഒരു കാർപ്പൻ്റർ, ആ മരം വേണം, കാർപ്പൻ്റർ വേണം, ഒരു ഫർണിച്ചർ കിട്ടും. ഇതേപോലെയാണ് ഈ ഭഗവാൻ എന്ന് പറയാണ്. ഭഗവാൻ ആരാണ്? ലോകസ്വരൂപനായും കാരണപുരുഷനായും പ്രകൃതി സ്വരൂപനായും ഇരിക്കുകയാണ്. അതായത് ഭഗവാന് ഉപാദാന കാരണമായ പ്രകൃതി സ്വരൂപത്താൽ ലോകനാഥനായിട്ട്, നിമിത്ത കാരണങ്ങളുടെ ചൈതന്യ സ്വരൂപനായ പരമപുരുഷനായിട്ട് ഇരിക്കുകയാണ്. എന്നാലോ ഭഗവാൻ ആരാണ്? ഇതൊക്കെയാണെങ്കിലും ആ ഭഗവാൻ ഒന്നും അല്ലാന്ന് പറയണം. ഭഗവാൻ സ്വതന്ത്രനാണെങ്കിലും ഒന്നിലോ എനിക്കൊരു ഒട്ടലും ഇല്ല എന്ന് പറയണം. ആ അങ്ങനെയുള്ള ഭഗവാനെയാണ് ഞങ്ങൾ രക്ഷിക്കേണ്ടത്. ഭഗവാൻ പ്രകൃതി സ്വരൂപനും ലോകസ്വരൂപനും കാരണപുരുഷനും ആയ ആ ഭഗവാൻ, അന്യനായിട്ടിരിക്കുന്ന ആ ഭഗവാനെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു എന്ന് ദേവന്മാർക്ക് അറിയണം. അങ്ങനെ ഞങ്ങൾ ശരണം പ്രാപിക്കുമ്പോൾ ആ പ്രേമഭക്തി കൊണ്ടും സ്നേഹം കൊണ്ടും സദാസർവത്ര പരീക്ഷനായ ആ ഭഗവാനെയാണ് ഞങ്ങൾ ശരണം പ്രാപിക്കുന്നത്. അപ്പോഴോ ആ ഭഗവാൻ ജീവാത്മാവിനെ വിഷയാസക്തി എന്ന കർമ്മപാശങ്ങൾ ഉന്മൂലനം ചെയ്ത് ഭക്തോത്തന്മാരാക്കി അവരെ ബദ്ധവിമുക്തരാക്കുന്നു. അപ്പോഴോ ആ നമ്മളിലുള്ള സ്വഭക്തന്മാരായ നിങ്ങൾക്ക് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് ജീവിതം എങ്ങനെ സുഖമാക്കാം എന്ന് പഠിപ്പിച്ച് നമ്മളെ പരമോന്നത ഉന്നതിയിലേക്ക് ലയിക്കുന്നു. അതായത് അനന്യ ഭക്തിയോടുകൂടി ഭജിക്കുന്നവരെ ഭഗവാൻ സംസാര സാഗരം കടക്കാൻ സഹായിക്കും. അവർക്ക് പുനർജന്മബുദ്ധി ഉണ്ടായി ഭവിക്കുകയും ചെയ്യും. കായേന വാചാ മനസേന്ദ്രിയർവാ വിദ്യാത്മനാ വാ ഹൃദയ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം കൃഷ്ണാർപ്പണമസ്തു.